ഇറാനെതിരായ ഇസ്രയേൽ കടന്നാക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഫ്രാൻസിനോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ചൈന. പശ്ചിമേഷ്യയിലെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അന്യായമായ യുദ്ധം ഇനിയും തുടരരുത് എന്നും ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ മുഖ്യ ഉപദേഷ്ടാവായ ഇമാനുവൽ ബോണിനോട് ടെലിഫോൺ ചർച്ചയ്ക്കിടെ അറിയിച്ചു. പ്രയാസങ്ങൾക്കിടയിലും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശരിയായ മാർഗം ചർച്ചകളും സന്ധികളുമാണെന്ന് വാങ് പറഞ്ഞു. ചൈനയും ഫ്രാൻസും ഈ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ UN സുരക്ഷാ കൌൺസിലിലെ സ്ഥിരാംഗങ്ങൾ എന്ന നിലയിൽ ചൈനയും ഫ്രാൻസും തന്ത്രപരമായ ആശയവിനിമയവും ഏകോപനവും വർദ്ധിപ്പിക്കണം. കാട്ടുനിയമത്തിലേക്ക് ലോകം തിരിച്ചു പോകുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കണമെന്നും ചൈനീസ് മന്ത്രി പറഞ്ഞു. നേരിട്ടുള്ള ഇടപെടലുകളല്ല ചൈന ഉദ്ദേശിക്കുന്നതെന്നാണ് സൂചന. സഖ്യകക്ഷിയായ ഇറാനെതിരെ ഇസ്രയേൽ സംയുക്താക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൈന വിമർശിച്ചിരുന്നുവെങ്കിലും നേരിട്ട് സൈനികമായ ഇടപെടലിൽ ചൈന തയ്യാറായിട്ടില്ല. നയതന്ത്ര മധ്യസ്ഥതയ്ക്ക് വെടിനിർത്തലിനായി പ്രേരിപ്പിക്കുന്നതിലാണ് ചൈനയുടെ ശ്രദ്ധ. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും ചൈനയുടെ എണ്ണ വിതരണത്തിനും ഭീഷണിയായി. സംഘർഷം ലഘൂകരിക്കാനായി സൗദി അറേബ്യ, ഈജിപ്ത്, അറബ് ലീഗ് തുടങ്ങിയവരുമായി ചൈന ചർച്ച നടത്തുകയും ചെയ്തു. ഇറാൻ ദേശീയ സുരക്ഷാ സമിതി തലവൻ അലി ലാരിജാനി ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചാണ് ചൈന രംഗത്തെത്തിയതും. ലാരിജാനിയുടെ മരണം അംഗീകരിക്കാനാവില്ലെന്ന് വ്യാഴാഴ്ച ബീജിംഗിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻജിയാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗം നടത്തുന്നതിനെ ചൈന എന്നും എതിർത്തിട്ടുണ്ടെന്ന് ലിൻജിയാൻ പറഞ്ഞു. രാഷ്ട്രത്തലവന്മാരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിലെ സംഘർഷം വഷളാകാതിരിക്കാൻ സൈനിക നടപടികൾ ഉടൻ നിർത്തണമെന്ന് ചൈന എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ്. രാജ്യത്തിന്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിഷ്പക്ഷ തത്വം ഉയർത്തിപ്പിടിച്ചാണ് സ്വിറ്റ്സർലൻഡ് സർക്കാരിന്റെ ഈ തീരുമാനം. ഇറാൻ യുദ്ധവുമായി നേരിട്ട് ബന്ധമുള്ള US സൈനിക വിമാനങ്ങൾക്ക് സ്വിസ് വ്യോമാതിർത്തി അടച്ചതിന് പിന്നാലെയാണ് ആയുധ കയറ്റുമതിക്കും രാജ്യം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനുമായി സായുധ സംഘടനകളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് യുദ്ധസാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നത് സംഘർഷം നിലനിൽക്കുന്ന കാലയളവിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സ്വിസ് സർക്കാർ വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. 1996 അംഗീകരിച്ച സ്വിസ് ഫെഡറൽ ആക്ട് പ്രകാരം യുദ്ധസാമഗ്രികളുടെയും അനുബന്ധ സാങ്കേതിക വിദ്യകളുടെയും കൈമാറ്റത്തിന് മനുഷ്യാവകാശങ്ങളും നിഷ്പക്ഷതയും അടിസ്ഥാനമാക്കിയുള്ള കർശനമായ ലൈസൻസിംഗ് ആവശ്യമാണ്. സ്വിറ്റ്സർലൻഡ് നിർമ്മിക്കുന്ന തോക്കുകൾ, മിസൈലുകൾ, ടാങ്കുകൾ അല്ലെങ്കിൽ അവ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ എന്നിവ മറ്റൊരു രാജ്യത്തിന് വിൽക്കണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. ആയുധം വാങ്ങുന്ന രാജ്യം അത് സ്വന്തം ജനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ സ്വിറ്റ്സർലൻഡ് ആയുധം നൽകില്ല. ഫെബ്രുവരി 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം അമേരിക്കയിലേക്ക് പുതിയ കയറ്റുമതി ലൈസൻസുകളൊന്നും അനുവദിച്ചിട്ടില്ല എന്ന് സർക്കാർ സ്ഥിരീകരിച്ചു. US സൈനിക വിമാനങ്ങൾ സ്വിസ് വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിനായി അമേരിക്ക സമർപ്പിച്ച 5 അപേക്ഷകളിൽ 2 സ്വിറ്റ്സർലൻഡ് നിരസിച്ചിരുന്നു. നിഷ്പക്ഷതാ നിയമപ്രകാരം മറ്റു 3 വിമാനങ്ങൾക്ക് മാത്രമാണ് അനുമതി നൽകിയത്. നിലവിൽ അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ള ആയുധ ലൈസൻസുകൾ ഇനി മുതൽ വിദഗ്ധരുടെ ഒരു സമിതി കൃത്യമായ ഇടവേളകളിൽ അവലോകനം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു. നിഷ്പക്ഷതാ നിയമപ്രകാരം കൂടുതൽ കർശന നടപടികൾ ആവശ്യമുണ്ടോ എന്ന് ഈ സമിതി വിലയിരുത്തും. ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യുദ്ധസാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നതിന് വർഷങ്ങളായി സ്വിറ്റ്സർലൻഡ് കൃത്യമായ ലൈസൻസുകൾ നൽകുന്നില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. സ്വിസ് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് അമേരിക്ക. കഴിഞ്ഞ വർഷം മാത്രം $119 മില്യൺ ആയുധങ്ങളാണ് സ്വിറ്റ്സർലൻഡ് അമേരിക്കയ്ക്ക് വിറ്റത്. നേരത്തെ 2003 ഇറാഖ് അധിനിവേശ സമയത്തും സ്വിറ്റ്സർലൻഡ് സമാനമായ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധവേളയിൽ സ്വിസ് നിർമ്മിത ഉപകരണങ്ങൾ യുക്രൈനിലേക്ക് അയക്കുന്നതിൽ നിന്നും സഖ്യകക്ഷി രാജ്യങ്ങളെ സ്വിറ്റ്സർലൻഡ് തടഞ്ഞിരുന്നു. ഇറാനെതിരായ ഇസ്രയേൽ സംയുക്താക്രമണം 3 ആഴ്ചയോടടുക്കുമ്പോൾ പശ്ചിമേഷ്യയിലാകെ വലിയ പ്രതിസന്ധി തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.